ഹായ് മക്കളെ, അപ്പോൾ നമുക്ക് സ്റ്റഡി വൈബിലേക്ക് സ്വാഗതം. നമ്മൾ ഒരു ക്ലാസ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതിൽ നമുക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ മക്കൾക്കും നന്നായിട്ട് പരീക്ഷ എഴുതാനുള്ള സഹായിയായിട്ട് നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ ആരംഭിക്കാം. തുടങ്ങാമല്ലേ? നിങ്ങൾ റെഡിയല്ലേ കേൾക്കാനായിട്ട്? ഓക്കെ, തുടങ്ങാം. അപ്പോൾ അതിൽ ജുനാഗഡ് എന്ന് പറയുന്ന പ്രദേശം, നമുക്ക് അവിടുത്തെ ജനങ്ങൾ, നമ്മൾ ആദ്യം പറഞ്ഞ ഒരു കാര്യമില്ല, ദ പീപ്പിൾ ഓഫ് ദ മോസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്സ് വാണ്ടഡ് ടു ജോയിൻ ദ ഇന്ത്യൻ യൂണിയൻ. അതായത് ജനങ്ങൾ തീരുമാനിച്ചാൽ ആ പ്രദേശം ഇന്ത്യയുടെ കൂടെ ചേരും എന്ന്. ആ തന്ത്രം ഉപയോഗിച്ച് ജനങ്ങൾക്കിടയിൽ ജനഹിത പരിശോധന നടത്തിക്കൊണ്ട് ജനങ്ങളുടെ താല്പര്യമനുസരിച്ച് ജുനാഗഡിനെ ഇന്ത്യയുടെ ഭാഗമാക്കുന്നതിൽ ആര് വിജയിച്ചെടുക്കുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ വിജയിച്ചു. അപ്പോൾ അങ്ങനെ ജനഹിതമനുസരിച്ച് ഇന്ത്യയുടെ ഭാഗമാക്കാൻ തീരുമാനിച്ച പ്രദേശങ്ങളിൽ ആദ്യം നമ്മൾ ഇത്തിരി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നെങ്കിലും ജുനാഗഡിനെ ഇന്ത്യയുടെ കൂടെ ചേർത്തു. പക്ഷേ അടുത്ത് നമുക്ക് വരുന്നത് ഹൈദരാബാദും കാശ്മീരും ഒക്കെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കാശ്മീർ 8ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായി പഠിക്കുന്നുണ്ട്. ഞാൻ പക്ഷേ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞുതരാം. ഇനി നമുക്ക് ഹൈദരാബാദ് എന്ന് പറയുന്ന പ്രദേശം ഇന്ത്യയുടെ ഭാഗമായത്. അപ്പോൾ ഇതിൽ ഹൈദരാബാദും മണിപ്പൂരും ഉണ്ട്. ഈ രണ്ട് ടോപ്പിക്കിനൊരു പ്രത്യേകതയുണ്ട്. ഹൈദരാബാദും മണിപ്പൂരും എങ്ങനെയാണ് ഇന്ത്യയുടെ ഭാഗമായി മാറിയത് എന്നത് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഹൈദരാബാദും മണിപ്പൂരും എങ്ങനെയാണ് ഇന്ത്യയുടെ ഭാഗമായത് എന്ന ആ ക്വസ്റ്റ്യൻ നമ്മൾ ഉറപ്പായിട്ടും ഒരു ഷോർട്ട് ക്വസ്റ്റ്യനായിട്ട്, ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് നമ്മൾ ഉറപ്പായിട്ടും പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ച് പഠിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഹൈദരാബാദും ജുനാഗഡും ഇന്ത്യയുടെ ഭാഗമായത് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ പറഞ്ഞു തന്ന ഈ ഒരു ക്വസ്റ്റ്യൻ, അതായത് ഇൻ്റഗ്രേഷൻ ഓഫ് ദി ഇന്ത്യൻ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ നന്നായിട്ടൊന്ന് ഓർത്തെടുക്കുക. എങ്ങനെയാണ് ഇന്ത്യയുടെ ഭാഗമായത്, ആരാണ് അതിന് ശ്രമിച്ചതെന്ന് നമ്മൾ പറഞ്ഞു. ഇന്ത്യയുടെ ഭാഗമാകുന്നതിൽ സർദാർ വല്ലഭായ് പട്ടേലിന്, ഈ 565 രാജ്യങ്ങളെ ഇന്ത്യയുടെ ഭാഗമാക്കിയെടുത്തതിൽ സർദാർ വല്ലഭായ് പട്ടേലിന് നല്ല പങ്കുണ്ട്. സർദാർ വല്ലഭായ് പട്ടേലിനെ ഈ പ്രദേശങ്ങളൊക്കെ ഇന്ത്യയുടെ ഭാഗമാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് ഗാന്ധിജി സർദാർ എന്നും അതുപോലെ തന്നെ നമ്മളെല്ലാവരും അയൺ മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന പേരിൽ വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ടോപ്പിക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത ടോപ്പിക് ഹൈദരാബാദും മണിപ്പൂരും എങ്ങനെയാണ് ഇന്ത്യയുടെ ഭാഗമായത് എന്നതാണ്. അപ്പോൾ ഹൈദരാബാദ് എങ്ങനെ ഇന്ത്യയുടെ ഭാഗമായി എന്നുള്ള ആദ്യത്തെ ഒരു പോർഷൻ. ജുനാഗഡിൽ വളരെ എളുപ്പമായിരുന്നു എന്ന് വെച്ചാൽ എങ്ങനെയായിരുന്നു ജുനാഗഡ് എന്ന് പറഞ്ഞാൽ ജനഹിത പരിശോധന. അതുപോലെ അത്ര എളുപ്പമല്ല ഇതിൻ്റെ കാര്യം, ഹൈദരാബാദിൻ്റെ കാര്യം. ഹൈദരാബാദ് ഇന്ത്യയുടെ ഭാഗമായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ മുഴുവനായും ഇന്ത്യൻ പ്രദേശങ്ങളാൽ ചുറ്റപ്പെട്ട, എന്ന് വെച്ചാൽ നടുവിൽ ഹൈദരാബാദും ചുറ്റും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളും, എന്ന് വെച്ചാൽ ഇന്നത്തെ കർണാടക, മഹാരാഷ്ട്ര, ആന്ധ്ര, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് നടുവിലായി കിടക്കുന്നൊരു ഭാഗമാണ് ഹൈദരാബാദ് എന്ന് പറയുക. ഈ ഹൈദരാബാദിലെ രാജാവിൻ്റെ പേര് ദ നൈസാം, അതായത് നൈസാം എന്ന ടൈറ്റിലാണ് ഹൈദരാബാദിലെ നവാബ് അറിയപ്പെട്ടിരുന്നത്. ഈ നൈസാമിനൊരു പ്രത്യേകതയുണ്ട്. ദ നൈസാം ഓഫ് ഹൈദരാബാദ് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് റിച്ചസ്റ്റ് മാൻ. അതായത് ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തികളിൽ ഒരാളാണ് നമ്മളുടെ നൈസാം എന്ന് പറയുന്നത്. അപ്പോൾ ഹൈദരാബാദിന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇന്ത്യയുടെ കൂടെ ചേരേണ്ട, പാകിസ്ഥാൻ്റെ കൂടെയും ചേരേണ്ട. ഹൈദരാബാദ് സമ്പന്ന രാജ്യമാണ്, അതുകൊണ്ട് ഹൈദരാബാദിൻ്റെ കാര്യം നവാബ് തന്നെ നോക്കിക്കോളാം എന്നാണ് അദ്ദേഹം തീരുമാനിച്ചത്. പക്ഷേ നടുവിൽ കിടക്കുന്ന ഈ പ്രദേശം, ചുറ്റുമുള്ള പ്രദേശങ്ങളെ ഇന്ത്യയുടെ ഭാഗമാക്കിയാലും നടുവിലായി കിടക്കുന്ന ഈ പ്രദേശം ഇന്ത്യക്ക് പിന്നീട് ഒരു പ്രശ്നമായി മാറും എന്നതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇതിനെ ഇന്ത്യയുടെ കൂടെ ചേർത്ത് നിർത്തണം എന്ന് സർദാർ വല്ലഭായ് പട്ടേലും കൂട്ടരും ആഗ്രഹിച്ചു. പക്ഷെ അദ്ദേഹം ഇറങ്ങിത്തിരിക്കുന്നതിന് മുൻപ്, അതായത് സർദാർ വല്ലഭായ് പട്ടേൽ ഇതിനായി ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം തന്ത്രപൂർവ്വം ഒരു സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെൻ്റ് ഇന്ത്യയുമായും പാകിസ്ഥാനുമായും ഒപ്പുവെക്കാൻ തീരുമാനിച്ചു. സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു യാഥാസ്ഥിതിക കരാർ. അതായത് ഞങ്ങൾക്ക് ഇന്ത്യയുടെ കൂടെ ചേരണോ പാകിസ്ഥാൻ്റെ കൂടെ ചേരണോ എന്ന് തീരുമാനിക്കണമെങ്കിൽ കുറച്ച് സമയം വേണം എന്നാണ് ആ സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1 വർഷത്തോളമായിട്ട് ആ എഗ്രിമെൻ്റ് ഞങ്ങൾ ഇന്ത്യയുടെ കൂടെ സമയമെടുക്കട്ടെ ചർച്ച ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വഴുക്കലാണ് അതിൽ ചെയ്തുകൊണ്ട്. അപ്പോൾ ഹൈദരാബാദിലെ ജനങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഒരു തീരുമാനം എടുക്കുകയാണ്. ആ തീരുമാനം എന്താണെന്ന് വെച്ചാൽ മറ്റു നാട്ടുരാജ്യങ്ങളിലൊക്കെ ഇലക്ഷൻ നടത്തിയാണ് അവരവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ
ഹൈദരാബാദിൽ രാജവാഴ്ച ഇല്ലാതായാൽ മാത്രമേ ഹൈദരാബാദിലെ ജനങ്ങൾക്കും ഇലക്ഷനിൽ പങ്കെടുക്കാനും വോട്ട് ചെയ്യാനും അവരുടെ പ്രതിനിധികളെ ഭരണാധികാരികളായി തിരഞ്ഞെടുക്കാനുള്ള അവസരങ്ങൾ കിട്ടുള്ളൂ. അത് കിട്ടണമെങ്കിൽ രാജവാഴ്ച അവസാനിപ്പിക്കണം എന്ന് മനസ്സിലാക്കിയ ഹൈദരാബാദിലെ ജനങ്ങൾ, അത് ഇന്നത്തെ നമ്മുടെ തെലങ്കാന മേഖലയിലുള്ള കർഷകർ പ്രധാനമായും നൈസാമിൻ്റെ രാജഭരണം അവസാനിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ആരംഭിച്ചു. അപ്പോൾ ഇതിൽ ഒരു ചെറിയൊരു തന്ത്രം, നമ്മൾ ഹൈദരാബാദിലെ ജനങ്ങളോട് ഒന്നും പറയണില്ല, വല്ലഭായ് പട്ടേലിൻ്റെ ഒരു തന്ത്രം തന്നെയാണെന്ന് പറയാം. മറ്റു രാജ്യങ്ങളിലൊക്കെ ഇലക്ഷൻ നടത്താൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നടത്തിയ ചർച്ചകളും അവരുടെ അഭിപ്രായങ്ങളുമാണ് ഒരുപക്ഷെ ഹൈദരാബാദിലെ ജനങ്ങളെ ഇതിനെ പ്രേരിപ്പിച്ചത്. അവർക്കൊക്കെ മറ്റു രാജ്യങ്ങളിലൊക്കെ അവരവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾക്ക് മാത്രം ഒന്നും കിട്ടില്ല എന്നുള്ള സങ്കടമായിരിക്കാം ഈ പ്രക്ഷോഭത്തിലേക്ക് അവരെ നയിച്ചത്. എന്തായാലും പ്രക്ഷോഭം ആരംഭിച്ചപ്പോൾ ഹൈദരാബാദിലെ നൈസാം അവരുടെ ഒരു ഒരു അർദ്ധസൈനിക വിഭാഗമുണ്ട്. ആ അർദ്ധസൈനിക വിഭാഗമായ റസാക്കർമാർ എന്നറിയപ്പെടുന്ന ഹൈദരാബാദിലെ നൈസാമിൻ്റെ ഒരു തീവ്രവാദ സംഘടനയാണ്, അർദ്ധസൈനിക വിഭാഗമാണ് റസാക്കർമാർ എന്നറിയപ്പെടുന്നത്. അതായത് ഹൈദരാബാദിലെ ജനങ്ങൾ നവാബിനെതിരെ പ്രക്ഷോഭം ആരംഭിച്ചപ്പോൾ ആ കലാപം അടിച്ചമർത്താനായി ഹൈദരാബാദിലെ നവാബ് ഉപയോഗിച്ച ഒരു ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സാണ്, അർദ്ധസൈനിക വിഭാഗത്തിൻ്റെ പേരാണ് എന്ന് പറയുന്നത് റസാക്കർമാർ. അപ്പോൾ ആ റസാക്കർമാർ എന്നുള്ളത് ഹൈദരാബാദുമായിട്ടാണ്, ഒന്ന് ഓർത്ത് വയ്ക്കുക. ഒരു AB കോളത്തിന് ചോദിച്ചാൽ ഉത്തരം അറിയണം. അപ്പോൾ ആ ഫോഴ്സിന്, അതായത് പാരാമിലിറ്ററി ഫോഴ്സായ റസാക്കർമാരെ ഉപയോഗിച്ചുകൊണ്ട് ഹൈദരാബാദിലെ നവാബ് ഈ കർഷക കലാപത്തെ അടിച്ചമർത്താനായിട്ട്, തെലങ്കാനയിലെ ജനങ്ങൾ നടത്തിയ കലാപത്തെ അടിച്ചമർത്താനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ കലാപം നല്ല സ്ട്രോങ് ആയി എല്ലാവരെയും ലക്ഷ്യം വെച്ചുകൊണ്ട് റസാക്കർമാർ, അതായത് അവിടുത്തെ എല്ലാ ജനങ്ങളെയും സാമുദായികമായിട്ടും അല്ലാതെയും ഒക്കെ അവിടെ കൊലയും നടത്തി, അക്രമങ്ങൾ നടത്തി, അവിടുത്തെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് അങ്ങനെ ശക്തമായ കലാപങ്ങൾ അവർ നടത്തിക്കൊണ്ടേയിരുന്നു. പ്രധാനമായിട്ടും അവിടുത്തെ മുസ്ലിങ്ങൾ ഒരുപാട് അതിന് ഇരകളായി മാറുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും ഇതിന് പരിഹാരം കാണാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ഒരു സൈന്യത്തെ ഉപയോഗിച്ചു. അതായത് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഒരു സൈന്യം അവിടെ എത്തുന്നു. അങ്ങനെ ആ സൈന്യം 1948 സെപ്റ്റംബറിൽ നൈസാമിൻ്റെ സൈന്യത്തെ കൺട്രോളിൽ കൊണ്ടുവരികയും അവർ the central government had to send down the army to control the situation. After a few days of intermittent fighting, the Nizam surrounded in 1948. രാജാവിനെ 1948 കീഴടക്കി കൺട്രോളിൽ വരുത്തുകയും ചെയ്തു. അങ്ങനെ ഹൈദരാബാദ് ജനങ്ങളുടെ താല്പര്യമനുസരിച്ച് നൈസാമിനെ പരാജയപ്പെടുത്തിയ ശേഷം അവർ ജനഹിതമനുസരിച്ച് ഇന്ത്യയുടെ ഭാഗമായി മാറുകയും ചെയ്തു. അപ്പോൾ ഹൈദരാബാദിലെ നൈസാം രാജ്യത്തെ ഇന്ത്യയുടെ ഭാഗമാക്കാൻ താല്പര്യം കാണിച്ചില്ല. പക്ഷെ ജനങ്ങൾ ഇന്ത്യയുടെ ഭാഗമാകണമെന്ന് ആഗ്രഹിച്ചു. ജനങ്ങൾ അതിനായി കലാപം നടത്തി. ആ കലാപം അടിച്ചമർത്താൻ റസാക്കർ എന്ന തീവ്രവാദ ഗ്രൂപ്പിനെ കേന്ദ്ര ഗവൺമെൻറ് ജനങ്ങൾക്കെതിരായിട്ട് നമ്മുടെ ഹൈദരാബാദ് നൈസാം ഉപയോഗിക്കുന്നു. ഈ റസാക്കർമാർ ഒരുപാട് അക്രമങ്ങളും അനീതികളും അവിടെ കാണിച്ചപ്പോൾ അവരെ ഇല്ലാതാക്കാൻ, അവരെ തകർക്കുന്നതിനായിട്ട് സെൻട്രൽ ഗവൺമെൻറ് അവരുടെ സൈന്യത്തെ ഉപയോഗിക്കുന്നു. ആ സൈന്യം നടത്തിയ പോരാട്ടത്തിൽ നൈസാമിനെ റസാക്കർമാരെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഹൈദരാബാദ് ഇന്ത്യയുടെ ഭാഗമായി മാറുകയും ചെയ്തു. ഇനി നമുക്കറിയേണ്ടത് മണിപ്പൂർ എങ്ങനെ ഇന്ത്യയുടെ ഭാഗമായി എന്നാണ്. മണിപ്പൂരിൽ 1947 രാജ്യം ഭരിച്ചിരുന്ന രാജാവാണ് ബോധചന്ദ്ര സിംഗ് എന്ന് പറയുന്ന രാജാവ്. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് തന്നെ മണിപ്പൂരിലെ രാജാവ് ഒറ്റ ഉറപ്പ്, അതായത് രാജ്യം ഭരിക്കുന്നതിനുള്ള അവകാശം രാജാവിനാണെങ്കിലും അവിടുത്തെ കാര്യങ്ങൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും എന്ന ആഭ്യന്തര സ്വയംഭരണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഇൻറ്റേർണൽ ഓട്ടോണമി എന്ന ആഭ്യന്തര സ്വയംഭരണം എന്ന അവകാശം ഉറപ്പാക്കിക്കൊണ്ട് തന്നെ മണിപ്പൂരിലെ രാജാവായ ബോധചന്ദ്ര സിംഗ് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപേ ഞങ്ങൾ ഇന്ത്യയുടെ ഭാഗമായിരിക്കും എന്ന് ലയന കരാറിൽ ഒപ്പുവെക്കാൻ തയ്യാറാക്കുകയും ചെയ്തു. അതായത് എപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നോ അപ്പം മുതൽ ഞങ്ങൾ ഇന്ത്യയുടെ ഭാഗമായിരിക്കും എന്ന ഒരു സമ്മതപത്രത്തിൽ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു.
അപ്പോൾ മണിപ്പൂരിലെ രാജാവ് അതിന് വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പുകൾ, അതായത് ഭാവിയിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇന്ത്യയിൽ ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുക. അപ്പോൾ മണിപ്പൂരിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നതിൽ ഒരു അനുഭവജ്ഞാനം ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇലക്ഷൻ നടന്നു കഴിഞ്ഞിട്ട് ഇന്ത്യ ഗവൺമെൻറ് ഇലക്ഷൻ നടത്തുന്നതിന് മുൻപ് 1948 ജൂണിൽ മണിപ്പൂരിലെ മഹാരാജാവായ ബോധചന്ദ്ര സിംഗ് തൻ്റെ ജനങ്ങൾക്ക് ഒരു പരിശീലനത്തിന് നടത്താം എന്നതിൻ്റെ ഭാഗമായി ഇലക്ഷൻ നടത്തുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായി ഇലക്ഷൻ നടത്തപ്പെട്ട ഒരു സംസ്ഥാനമാണ് മണിപ്പൂർ എന്ന് പറയാം. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ഷൻ നടന്ന സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ മണിപ്പൂരാണ്. തൻ്റെ ജനങ്ങൾക്കൊരു പ്രാക്ടീസ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായി മണിപ്പൂരിൽ ഇലക്ഷൻ നടത്തുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് സിസ്റ്റത്തിൻ്റെ ഭാഗമായി ഇലക്ഷൻ നടത്തി കൊണ്ടുവന്നു. അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി, ഭരണഘടനാപരമായ രാജവാഴ്ച എന്ന് വെച്ചാൽ രാജാവ് പരമ്പരാഗതമായി വരുന്നു, പക്ഷെ അവിടുത്തെ ഗവൺമെൻറ് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരും ആയിരിക്കും. അങ്ങനെ ഒരു ഗവൺമെൻറ്റിന് രൂപം നൽകി. അങ്ങനെ മണിപ്പൂർ ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറുകയും ചെയ്തു. അങ്ങനെ മണിപ്പൂരിലെ നിയമസഭയിൽ കാര്യങ്ങളൊക്കെ ചർച്ചയൊക്കെ ചെയ്തു വരുന്ന കൂട്ടത്തിലാണ് മണിപ്പൂർ MLA-മാർ ഒരു ആവശ്യം ഉന്നയിക്കുന്നത്, ഞങ്ങൾക്ക് ഇന്ത്യയുടെ ഭാഗമാകുന്നതിനോട് താല്പര്യമില്ല എന്ന് വെച്ചാൽ മണിപ്പൂരിലെ കോൺഗ്രസ്സുകാരും മറ്റു പാർട്ടിക്കാരും ഒക്കെ ജയിച്ചിട്ടുണ്ട്. അതിൽ കോൺഗ്രസ് ഇന്ത്യയുടെ കൂടെ ചേരുന്നതിനോട് എതിർപ്പൊന്നുമില്ല, പക്ഷെ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ആരുടെ കൂടെ ചേരുന്നതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവർ മണിപ്പൂർ ഇന്ത്യയുടെ ഭാഗമാകുന്നതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു. 1949 മുതൽ the state congress stood for merger, but other parties opposed it. But the central government succeeded in making the Maharaja sign in merger agreement in 1949. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് സ്റ്റേണായി നിൽക്കുകയാണ്. കാരണം 1947 മുൻപേ നമുക്ക് ഒപ്പിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ 1948 അദ്ദേഹം ഇലക്ഷൻ നടത്തിയതിന് ശേഷമാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നത്. എന്തായാലും ഇവർ ഇന്ത്യയുടെ ഭാഗമാകുന്നതിൽ നമ്മൾക്ക് സന്തോഷമാണ്. രാജാവ് സമ്മതിച്ചില്ലേ, അതുകൊണ്ട് തന്നെ മണിപ്പൂർ ആരുടെ ഭാഗമാണെന്ന് പറഞ്ഞു, ഇന്ത്യയുടെ ഭാഗമാണെന്ന് ഇന്ത്യ ഗവൺമെൻറ് അഭിപ്രായപ്പെട്ടു. ഇത് മണിപ്പൂരിലെ ജനങ്ങൾക്കിടയിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസം, അതായത് ഇലക്ഷൻ നടന്നു, MLA-മാരെ തിരഞ്ഞെടുത്തു. അപ്പോൾ MLA-മാരുമായി ഒന്ന് ആലോചിച്ചിട്ട് വേണ്ടേ രാജ്യത്തെ ആരുടെ കൂടെ ചേർക്കണമെന്ന് തീരുമാനിക്കാൻ എന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ നടന്നത് മണിപ്പൂരിലെ തർക്കങ്ങൾക്കും പ്രശ്നങ്ങൾക്കും വഴിതെളിയിച്ചു. ഇപ്പോഴും അതായത് ദിസ് നാച്ചുറലി ലെഡ് ടു എ ലോട്ട് ഓഫ് ആങ്കർ ആൻഡ് ഓപ്പോസിഷൻ ഇൻ മണിപ്പൂർ. ദ റെപ്രസെൻറ്റേഷൻസ് ഓഫ് വിച്ച് ആർ സ്റ്റിൽ ബീയിങ് ഫെൽറ്റ്. ഇപ്പോഴും നമ്മൾ മണിപ്പൂരിലെ കലാപങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കാണുന്നുണ്ട്. അതൊരു പരിധിവരെ അന്നത്തെ ആ യോജിപ്പ് സ്വന്തമായിട്ട് അഭിപ്രായങ്ങളില്ലാത്തത് കൊണ്ടായിരിക്കാം, രാജാവ് സ്വന്തമായി എടുത്ത അഭിപ്രായത്തിനോട് ജനങ്ങൾക്ക് യോജിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം ഇന്നും അവിടെ പ്രശ്നങ്ങൾ നടക്കുന്നത്. എന്തായാലും മണിപ്പൂരിനെ രാജാവിൻ്റെ ഹിതമനുസരിച്ച് ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റുകയാണ് ഇന്ത്യ ഗവൺമെൻറ് അന്ന് ചെയ്തത്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന പോർഷനാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ബായ് മക്കളെ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇപ്പോൾ അവസാനിപ്പിക്കാൻ സമയമായി. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. അതിനടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തുക. ഓക്കെ.